ऐसे ऑलवेज सेड कि लोकल आളുകളെ लोकल ജീവിതം കാണണമെങ്കിൽ മാർക്കറ്റ്സിലേക്ക് തന്നെ പോകണം. वो पेंटिंग्स बनाते हैं, अगर आपको अपनी लाइव स्केच बनाना हो, आप उनके सामने बैठो, वो आपको लाइव आपका स्केच बना के देंगे. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ വിത്ത് മോർഷിദ്. നമ്മുടെ റഷ്യയിലെ ലാസ്റ്റ് ഡേ, കർണാലിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ഹോസ്റ്റലിൽ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ ഏകദേശം 12 മണിയായി. രാവിലെ നല്ല ഉറക്കം ഉറങ്ങി, എന്താണെന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങി എണീറ്റ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിക്കാതില്ല. ഇവിടെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഈ കാണുന്ന ഉപ്പേ ക്യാപ്സ്യൂളിനാണ്. ഒരു കാരണവശാലും നമുക്ക് വേണ്ട, കാരണം ഒരു വലിയ ഫെസിലിറ്റി ഇല്ല. സത്യം പറഞ്ഞാൽ ഉറങ്ങാനും കാര്യം വേറെ ബുദ്ധിമുട്ടില്ല. വൈഫൈ പേയ്മെന്റ് അടയ്ക്കാത്തതുകൊണ്ടില്ല. പിന്നെ മൊത്തത്തിൽ അത്ര ഒരു ഫ്രണ്ട്ലി റിസപ്ഷനിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല, വലിയ ലാംഗ്വേജും കാര്യങ്ങളോ അല്ല. സോ വേറെ ഏതെങ്കിലും നല്ല ഹോസ്റ്റൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. പറയുമ്പോൾ വേറെ തോന്നരുത്, അതുകൊണ്ടാണ്. പിന്നെ ആകെ കുൽശരീഫ് മോസ്ക് ഇവിടെ അടുത്താണ്, അതാണ് ഇതിന്റെ ആകെയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഏരിയ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതുപോലെ കുറച്ചും കൂടി ഉള്ളോട്ടൊക്കെ എനിക്ക് നല്ല നല്ല ഏരിയാസ് ഉണ്ട്. ബൊമാൻ സ്ട്രീറ്റിന്റെ അടുത്തൊക്കെ കിട്ടുകയാണെങ്കിൽ രസമാണ്. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ രാത്രി നമുക്ക് എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ഉണ്ട് ഷാർജയിലേക്ക്. ഓൾമോസ്റ്റ് 8 ദിവസം ഞാൻ റഷ്യയിൽ വന്നിട്ട്. സോ ഫാർ വെരി ഗുഡ് ആണ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സോ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയത് കുറച്ചും കൂടി അടുത്ത് ഇവിടെ കുറെ മോസും കാര്യങ്ങളാണ് ഉള്ളത്. ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മോസും കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കുന്നംബായുടെ കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. സോ കുന്നംബായ് ഹായ്. ഹലോ. ഇന്നലത്തെ സെയിം ഇഷ്യൂ ആണ്, അതായത് നെറ്റ് വർക്ക് ആവുന്നില്ല. വീണ്ടും ഇവർ ഡ്രോൺ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡ്രോൺ അറ്റാക്കിനോണ്ട് ഇവർ ഷട്ട് ഡൗൺ ചെയ്താണോ അറിയില്ല. റീസെന്റ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ എങ്ങനെയാണോ പറയുന്നത്, രാവിലെ ഉണ്ടാവില്ല. ഇവിടെ ഉള്ളവരെ ഫിസിക്കൽ സിം കാർഡ് ഉള്ളൊരു നെറ്റ്വർക്ക് തട്ടിമുട്ടിയൊക്കെ വർക്കാവും. നമ്മളെപ്പോലെ ഈ സിം ഉണ്ടോന്നൊക്കെ ഒന്നും വർക്കാവണില്ല. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ഇടാനോ കാര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 3 മണിക്കാണ് ഇന്നലെ വന്നത്, ഇന്നും ചിലപ്പോൾ 3 മണിയാകുമ്പോൾ വരുമായിരിക്കും. ഇവരെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം വർക്കാവുന്ന അറിയാം നമ്മൾ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പറയുമ്പോൾ നമുക്കൊരു പേടി പോലെ തോന്നും, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ്. അങ്ങനെ റഷ്യയിൽ നമ്മൾ ഇന്ന് വന്നിട്ട് നമുക്ക് ഇതുവരെ കാണാത്തൊരു സാധനം ഉണ്ട്. എന്താണ് നമ്മളെ മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ 2 സ്ഥലത്ത് നിന്ന് നമുക്ക് ലോക്കൽ മാർക്കറ്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു ലോക്കൽ മാർക്കറ്റ്, സെൻട്രൽ മാർക്കറ്റ് എന്നാണ് അറിയാൻ പറ്റിയത്. ഫ്രൂട്ട്സിന്റെ മാർക്കറ്റും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഏരിയയിൽ നടന്നു നോക്കണം. Hello. Hi. Namaste. നമസ്തേ. ഷാറുഖ് ഖാൻ ഫാൻസ് ആണെന്നുണ്ടോ വരുന്നത് പെണ്ണുങ്ങള്. അതൊക്കെ 10 ദിർഹംസിനൊക്കെ ഉണ്ടോ ഇത് മൊത്തം. അതുപോലെ സ്ട്രോബെറി അടിപൊളിയാണ്. ഇതൊക്കെ ലോക്കലി മെയ്ഡ് സാധനങ്ങളുണ്ടാവും. ഇവിടെ ഉണ്ടോ, ഇവിടെ ചെറിയ ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ലോക്കൽ മാർക്കറ്റ് ആകുമ്പോൾ എല്ലാം ഉണ്ടാവും ഇവിടെ. അതിൻ്റെ അകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് കാര്യങ്ങള്, ഡ്രസ്സ്. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് വന്നാൽ നമ്മുടെ അവിടുത്തെ ലോക്കൽ മാർക്കറ്റ് കാണാതെ പോകരുത്. ഇതൊക്കെ എത്ര മണി വരെ ഉണ്ട് എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരു 10 മണിക്ക് ഓപ്പൺ ആവും. അതിനനുസരിച്ച് വന്നാൽ മതി. സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും. അങ്ങനെ ഞാൻ നടന്ന് നട്സിന്റെ ഏരിയയിൽ എത്തിയപ്പോൾ ഈ സാധനം കണ്ട് കുർച്ചുക്കില്ലെന്ന് പറയും. ഇത് നമ്മള് ജോർജിയ എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ അവിടുന്ന് ഇങ്ങോട്ട് വന്നാണോ അറിയില്ല. പിന്നെ ഈ കൺട്രീസിനൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഏകദേശം എല്ലാവരും മുണ്ട് ഒരുമിച്ചുണ്ടായാലോ അല്ലെ എല്ലാവരും അടുത്തുണ്ടായതൊക്കെയാണ്. പിന്നെ ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യൻ ഭാഷ അറിയാം. പിന്നെ ബക്ലാവ് ഉണ്ട്, ബക്ലാവൊക്കെ നല്ല ബിസിനസ്സാണ്. പിന്നെ ഫ്ലവേഴ്സ് ഇവിടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലവേഴ്സിനെന്ന് പറയുന്നത് വലിയ വലിയ ബൊക്കകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. അല്ലാതെ കാണുമ്പോൾ ഇവിടെ കണ്ടപ്പോൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്ര വലിയ മുന്തിരികളും കാര്യങ്ങളൊക്കെ. പിന്നെ അവരുടെ ലൈഫിൽ വെച്ചുവിടാൻ പറ്റാത്ത ഡ്രിങ്ക്സ്. പക്ഷെ അതൊന്നും ആൽക്കോളല്ല കേട്ടോ, അതൊക്കെ പലതരത്തിലുള്ള വേറെ കുറെ ഡ്രിങ്ക്സ് ആണ് ഇതൊക്കെ. ആപ്പിളിന്റെ, പാഷൻ ഫ്രൂട്ടിന്റെ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കേട്ടോ. ഒരു മധുരമുള്ള, ചെറിയ മധുരമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മള് കാണാത്തത് മീറ്റ് മാർക്കറ്റും കൂടിയാണല്ലോ. അതുകൊണ്ട് അതിന്റെ കുതിരന്റെ സാധനങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. രംഗത്ത് ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും. ഫിഷ് മാർക്കറ്റത്തൊക്കെ എന്താന്ന് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി പ്രിസർവ്ഡ് ആൻഡ് നീറ്റ് ആണ്. അതായത് പ്രൈസ് ഒക്കെ ഇതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ഒക്കെ മനസ്സിലാവുന്ന രീതി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ മുനിസിപ്പാലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാൻ തന്നെ. സമർഖാൻ ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുവരെ ലോക്കലി മിൽക്കാണ്. ഇതിന്റെ കേട് ഇതിൽ ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണിത്. കഴിച്ചിട്ടാ പക്ഷെ നമുക്ക് എന്തൊക്കെയോ സ്നേഹത്തോടെ മുറിച്ച് തരുന്നുണ്ട്. ആ ഉള്ളിൽ കണ്ടതിന്റെ പുറമെ പുറത്തുള്ള വേറെ മാർക്കറ്റ് കണ്ടോ തന്നെ. പക്ഷെ ജനം പൊതുവെ കുറവാണ് കേട്ടോ. നമുക്ക് അങ്ങനെ വലിയൊരു ക്രൗഡ് ഫീൽ ചെയ്യുന്നില്ല. മേ ബി കുറച്ച് കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ആവുക. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങി പോവായിരിക്കും. നല്ല വലിയൊരു മാർക്കറ്റ്. നമ്മുടെ ഫുഡ് മാർക്കറ്റ് നടന്നില്ല. എനിക്ക് ഫ്രൂട്ട്സിനോട് ഭയങ്കര പൂതി. അങ്ങനെ ഫ്രൂട്ട്സും ഇത് കൊമ്മോത്ത് പറഞ്ഞൊരു ഡ്രിങ്കാണ്. ചെറിയ പോലത്തെ ഒരു സാധനമാണ്. ലേശർ ഇതുണ്ടാവും. ഇവനൊരു സമോസ വാങ്ങി. ഈ സാധനങ്ങളോട് ഒരുപാട് കിട്ടും. പക്ഷെ ആക്ച്വലി ഇതൊരു ഉസ്ബെക്ക് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കുറേ അങ്ങനത്തെ ആൾക്കാരാണ്. കസാഖ് ഒറിജിനൽ ട്രഡീഷണൽ ഡിഷ് എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ അങ്ങനെ ട്രഡീഷണൽ ഒന്നുമില്ല. ഇവിടെ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് കഴിക്കാമെന്ന് പറഞ്ഞത്. ഒരുപാട് പള്ളികൾ ഉണ്ടെന്ന് പറയില്ല അവിടെ. അപ്പൊ അതിലൊന്നാണത് നൂറുള്ള മോസ്ക് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കയറി നിസ്കരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടോ നോക്കട്ടെ.
പഴയ പള്ളിയാണുണ്ടോ അത്? ഒരു പഴയ പള്ളിയാണുണ്ടോ. നൂറുള്ള മോസ്ക് എന്നാണ് അതിന്റെ പേര്. ഇവിടുത്തെ സമയങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് നിസ്കരിച്ചിട്ട് പോകാം. നിങ്ങൾ അവിടെ കാണുന്നതാണ് നമ്മുടെ നൂറുള്ള മോസ്ക്. ഇനി ലൈനിൽ 2-3 മോസ്ക് കൂടി ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണും കേട്ടോ. അതായത് ഇവിടെ നിങ്ങൾ മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നമ്മൾ എത്ര ചർച്ച് കാണുന്നോ അതിന് നേരെ ആവശ്യം ഇവിടെ കുറെ മോസ്ക് ഉണ്ടാവും. കാരണം ഇവിടെ കൂടുതലും മുസ്ലിംസ് ഉള്ളത്. പിന്നെ ഈ ഉസ്ബെക്ക് അങ്ങനത്തെ കുറെ കുടിയേറി വന്ന ആൾക്കാരുണ്ടാവില്ല, അങ്ങനത്തെ ആൾക്കാരെ കാണാം. ചിലപ്പോൾ ഇത് ബോർഡറിന്റെ അടുത്തായിരിക്കും ചിലപ്പോൾ ഖസാൻ എന്ന് പറയുന്നത്. അതാ അവിടെ വേറെ മിനാരത്ത് കാണാനൊക്കെ നമുക്ക് പോകാനുള്ള പള്ളികളാണ്. പിന്നെ ഇതാണ് നിസാൻ ലേക്ക്. ഈ ലേക്കിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയ പാഡലിങ്ങും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലങ്ങളല്ല. പക്ഷെ ഖസാനിൽ ശരിക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റോഡ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് പോകുക അങ്ങനത്തെ ഏരിയാസ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും തോന്നുന്നു. കാരണം ഞാൻ ഫ്ലൈറ്റിൽ വരുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കുറച്ച് പാടങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള, പിന്നെ കുറച്ചും കൂടി ഉള്ളോട്ട് പോകാൻ നല്ല വില്ലേജ് ലൈഫും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ അൽമർജാനി മോസ്കിന്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാത്തറിൻ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ പെർമിഷനിലാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ട് 1870 ഉണ്ടാക്കിയ പള്ളിയാണ്. പിന്നെ 1880 മുതൽ 89 വരെ അവിടെ നിന്ന് ഇമാമായിട്ടുണ്ടായിരുന്ന ഒരു തത്താർ സ്കോളർ ഉണ്ടായിരുന്നു. തത്താർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന നെയിമാണ്. അപ്പം അതിൻ്റെ ഒരു ഇസ്ലാമിക് സ്കോളറായിട്ടുള്ള ഒരു മസ്ജിദാനി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ ഇമാമായിട്ടെന്ന്. പുള്ളിയുടെ പേരിലാണ് ഇപ്പോൾ ഈ പള്ളി അറിയപ്പെടുന്നത്. ഗംഭീര പള്ളി തന്നെ കേട്ടോ അത്. ഒരു ഖസാൻ മുസ്ലിം വെഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന പള്ളിനോട് തന്നെ പെർമിഷൻ ഉണ്ടെന്ന്. നല്ല രസമുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് വന്ന് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഈ പള്ളിയുടെ അടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മളുള്ളത് ഖസാനിലാണ്. ഖസാനിൽ ഞാൻ പറഞ്ഞത് ഖസാനിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിംസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ മിനാരത്തുകളാണ് കാണാം. അപ്പോൾ ഈ കാണുന്നത് മർജിദാനി മോസ്ക് ആണ്. ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പ് നൂറുള്ള മോസ്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി 1-2 മോസ്ക് കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലായിട്ടും നമ്മൾ ഷാഫി മതമാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് വരുന്നത് ഹനഫി മതബിലുള്ള ആളുകളാണ് വരുന്നത്. ഹനഫി മതബിലാകുമ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എല്ലാ മതബുകളും 4 മതബുകളും ഒന്നതിൽ ഹനഫിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റഷ്യയിലെ ഫോളോ ചെയ്യുന്നത്. റഷ്യയിലെ കൂടുതലും മുസ്ലിംസുകൾ ഇവിടെ ഉള്ളതിനേക്കാൾ വന്നു കൂടിയ ആളുകളാണ്. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ മതബിന്റെ അടുത്ത് വരുന്നത്. നല്ല രസമുള്ള പള്ളികളാണ്. പിന്നെ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറെ ആളുകൾ കല്യാണത്തിന്റെ ഷൂട്ടിംഗ് എടുക്കാൻ വന്നതാണ്. വളരെ സിമ്പിളായിട്ട് അവർ കുറച്ചൊരു 10-12 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരൊരു ബൊക്കയും കൊണ്ടുവരും. നല്ല രസമുള്ള ഡ്രസ്സിങ് കേട്ടോ. ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണാറില്ലേ ഈ പള്ളിയിൽ നിന്നൊക്കെ എല്ലാം നിസ്കരിക്കുന്ന ടൈപ്പ് ഫോട്ടോസൊക്കെ ഉള്ളത്. ആ ഫോട്ടോസൊക്കെ എങ്ങനത്തെ സ്വർണ്ണങ്ങളാണ് ഇവരുടെ വെഡ്ഡിങ് ഷൂട്ട് എന്ന് പറയുന്നത്. അതേ പള്ളിയിൽ അനുമതിയുണ്ട്. നേരെ ഇപ്പോൾ നിസ്കാരം അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാം. അങ്ങനെ വന്ന കുറെ ആളുകൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ വേൾഡിലൊക്കെ വന്ന കുറെ കപ്പിൾസിനെ അവിടെ കാണാൻ പറ്റിയിട്ട് ഫോട്ടോഗ്രാഫറൊക്കെ കൊണ്ടുവന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സോ ഒരു കൗതുകമുള്ള കാഴ്ച. നമ്മൾ വിചാരിക്കില്ല ഈ ഫോട്ടോസൊക്കെ ഗൂഗിളിൽ കാണുമ്പോഴൊക്കെ എവിടുന്നാണ് വരുന്നതല്ലേ. ഇതൊക്കെ ഇങ്ങനത്തെ ഫോട്ടോസാണ്. നല്ല രസമുണ്ട്. എനിക്ക് ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പം മുമ്പ് കണ്ട പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ എന്താ അപ്പനോ മോസ്ക് എന്നാണ് അതിന് പറയുന്നത്. ഇത് വേറൊരു പള്ളിയാണ്. ഒരുപാട് പള്ളികൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. മോസ്കിലേക്ക് കൂടി കയറിയിരിക്കുകയാണ്. അപ്പന മോസ്കിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇവിടെയൊക്കെ ലേഡീസിനൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. സോ ഇങ്ങനെയൊക്കെ വരുന്ന യാത്രകൾ നിങ്ങൾക്ക് ഇവിടെ അതിനും കൂടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഗംഭീര ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും പറയാണ്ട് ചെറിയ പള്ളിയാണ്, സാധാ പള്ളി. ഓരോ സ്ഥലത്ത് ഓരോ വെറൈറ്റി ആട്ടോ. ഇവിടെ നമുക്ക് ചെടികളൊക്കെ പള്ളിയിലുണ്ടല്ലേ. നിങ്ങൾ ഈ സമ്മറിലൊരു ടൈമിംഗ് ഉണ്ടോ 2:20 കേട്ടോ ഫജ്ർ ബാങ്ക് കൊടുക്കുന്നത്. അതേപോലെ 9:20 ഇഷാവും. അല്ല 9 അല്ല 11 പറയുമ്പോൾ 9:20. ഭയങ്കരമായിരുന്നു മോസ്കോയിലൊക്കെ 12 സ്വജറും അത്രയും ചെറിയ ഡിസ്റ്റൻസില്ലേ. അതുകൊണ്ട് ഈ ബിൽഡിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ പള്ളിയാന്ന് തന്നെ തോന്നുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു ബിൽഡിംഗ്. ഇനി പള്ളിയായി കൺവേർട്ട് ചെയ്താണോ അറിയില്ല കേട്ടോ. താഴത്തൊക്കെ എന്താണ് ലൈബ്രറി ആണോ എന്താണെന്ന് അറിയില്ല. ഇതിലുള്ളതിൽ മർജിദാനി ഞാൻ തൊട്ട് മുമ്പ് പള്ളിയാണ് ഭയങ്കര ഫേമസ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇന്ത്യയിലെ അടിപൊളി പള്ളിയാണ്. അതിൻ്റെ മുന്നേ കയറിയത് വളരെ ഒരു ഓൾഡ് പള്ളിയാണ് നൂറുള്ള മോസ്ക്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മസ്ജിദ് ടൂർസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റിവറിന് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് കാണാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അജസ്റ്റ് ബോട്ടിങ്ങിന് നല്ല ക്രൗഡ് ഉണ്ട്. അപ്പോൾ പ്രൈസിനെ പറ്റി ഒന്ന് പറയാം. അരമണിക്കൂറിന് 550, 1 മണിക്കൂറിന് 900, എക്സ്ട്രാ 10 മിനിറ്റിന് 200. അതാണ് ഈ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യാൻഡെക്സ് ട്രാൻസ്ലേറ്ററിലുണ്ട്. യാൻഡെക്സ് ട്രാൻസ്ലേറ്റർ അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഇതാ വെക്കാം. നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ ആ ഫോട്ടോയിൽ ഇത് ഓൾറെഡി ഒക്കെ റീഡ് ചെയ്തിട്ട് കാണിച്ചു തരും. അതിൻ്റെ അകത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ. 3 സീറ്റർ ബോട്ട്, 5 സീറ്റർ ബോട്ട് അങ്ങനെ ഉണ്ട്. ശരിക്കും 2 സീറ്ററിന് 5 സീറ്ററൊക്കെ ആകുമ്പോൾ പ്രൈസ് കുറവാട്ടോ. 5 സീറ്ററിന് 500 ഉള്ളൂ, 3 സീറ്ററിന് 400 ഉള്ളൂ. 2 സീറ്ററാണ് 550 ഉള്ളത്. ഇവിടെ വേറെ ഒരു തിയേറ്റർ കാണിച്ചിട്ട്. എനിക്ക് തിയേറ്റർ ഗംഭീര ബിൽഡിംഗ് കേട്ടോ. ഇത് എന്താ സംഭവം ഞാനും അത് മനസ്സിലില്ല.
പക്ഷെ ഇത് നാടകശാല പോലാണെന്ന്, സ്റ്റേറ്റ് അക്കാദമിക് തിയേറ്റർ ആണ്. വേറെ നാടക ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇനി ഓപ്പറ ആണോന്ന് അറിയില്ല. കാസ അവിടെ കാണുന്ന പേര് ഒരു തിയേറ്റർ എന്നാണ് അതിന് പറയാം. സോ എല്ലാവരുടെയും ട്രാവൽ ഓരോ ആളുകൾക്കും ഡിപ്പെൻഡ് ആയിരിക്കും കേട്ടോ. പല ആളുകൾക്കും ചില ആളുകൾക്ക് വെക്കേഷൻ ആയിരിക്കാം, അവർക്ക് ചില്ല് ചെയ്താൽ മതി. ചില ആളുകൾക്ക് നമ്മളെ പോലെ വ്ലോഗ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് ജസ്റ്റ് ഒക്കെ കൺട്രിയുടെ നമ്പേഴ്സ് എന്നുള്ള ലെവലില്. അപ്പോ യാത്രകൾ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ഇനി ഇങ്ങനത്തെ സ്ഥലത്ത് വന്നപ്പോൾ ഏറെ തിയേറ്ററിൽ വന്ന് മൂവി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ചില ആളുകൾക്ക് ഫുഡ് എക്സ്പ്ലോറേഷൻ ആയിരിക്കാം. ചില ആളുകൾ വർഷത്തിൽ കിട്ടുന്ന ആകെ ഒരു വെക്കേഷൻ ആണ്, അവരത് എത്ര പൈസ മുടക്കിയാലും എന്ത് ലക്ഷറി വേണമെങ്കിലും അവർ ഓക്കെ ആയിരിക്കും. ചില ആൾക്കാർക്ക് മൗണ്ടൻസ് മതി. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ. അപ്പൊ എനിക്ക് പോകാൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനും കാണിച്ചു തരാണ്. അതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇൻഫർമേഷൻ കൗണ്ടേഴ്സ് കാണാം. എന്റെ കയ്യിലുള്ള മാപ്പില്ല, ആ മാപ്പ് ഈ ടീമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫർമേഷനിൽ കണ്ടോ വിസിറ്റ് തത്തർസ്ഥാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. സോ തത്തർസ്ഥാനും കസാൻ എന്താണെന്ന് ആദ്യം ഞാൻ കുറച്ച് കൺഫ്യൂഷൻ അടിച്ചു. സത്യം പറഞ്ഞാൽ തത്തർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റിപ്പബ്ലിക്കാണ്. ഇപ്പൊ USSR വേറെ പേരും USSR റിപ്പബ്ലിക് ഓഫ് തത്തർസ്ഥാനിന്റെ തലസ്ഥാനമാണ് കസാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തില് തിരുവനന്തപുരം എന്ന് പറയുന്ന പോലെയാണ് കസാൻ. അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ എന്താ പറയുക സിറ്റിയാണ് കസാൻ എന്ന് പറയുന്നത്. ഇതൊരു മച്ച് പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ റഷ്യക്കാരുടെ ഇടയിൽ ഇതൊരു ഭയങ്കര നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പീസ് ആൻഡ് കാം ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു സിറ്റി മാത്രമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരുപാട് ഔട്ട്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐലൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ സ്ഥലം ആഡ് ചെയ്തെന്നുള്ളൂ. ഐ ലൈക്ക് ഇറ്റ്. സോ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാം. ഒരുപാട് ബോട്ടിങ്ങും റിവറും പരിപാടികളൊക്കെ. ഷാർജയിലേക്ക് ദുബായിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അവൻ ദുബായിലേക്ക് ദുബായിക്കാണ് പോകുന്നത്. ഞാൻ ഇന്ന് പോകുന്നത് എയർ അറേബ്യക്കാണ് ഷാർജയിലേക്ക് പോകുന്നത്. സോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വെറുതെ മോസ്കോയിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ പോയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടി വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഞങ്ങൾ പോയിട്ട് അവിടുന്ന് ബർഗർ കിങ്ങിൽ തന്നെ ഫുഡ് കഴിച്ച് അതാകുമ്പോൾ അൺലിമിറ്റഡ് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കുടിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബോമ സ്ട്രീറ്റിലുള്ള ഇനി 1-2 സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എയർപോർട്ടിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ ഒരു ദൂരമായതുകൊണ്ട് പോകത്താണ്. ഒന്ന് ടെമ്പിൾ ഓഫ് ഓൾഡ് റിലീജിയനാണ്. അപ്പം അത് അത്ര വലിയ സംഭവം അല്ല എന്നാണ്. 1 മണിക്കൂർ ഞാൻ നിൽക്കുന്നിടത്ത് പോകാനുണ്ട് ഓൾമോസ്റ്റ്. ആ കുട്ടി അങ്ങനെ കുളത്തിട്ട് ചോദിക്കുന്നത്. ബസ്സുണ്ട് എയർപോർട്ടിലേക്ക്. അതുപോലെ തന്നെ ബസ് നല്ല ടൈം എടുക്കും, 2 മണിക്കൂർ അടുത്തെടുക്കും. നേരെ തിരിച്ച് ടാക്സി 45-50 മിനിറ്റ് ഉള്ളൂ. പിന്നീട് ട്രെയിൻ ഉണ്ടെന്ന് പറയാം, എയറോ എക്സ്പ്രസ്. പറ്റുമെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ടൈം ഉണ്ടെങ്കിൽ പോയിട്ട് കാണിച്ചു തരാം. അതിൽ പോകാൻ പറ്റുമെങ്കിൽ ഞാൻ അതിൽ തന്നെ പോകും. ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്, വളരെ നേരത്തെ എത്തി. പിന്നെ എയർപോർട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് 2 മണിക്കൂറിന്റെ അടുത്ത് കാണിക്കുന്ന നമ്മുടെ ബസ് ഓപ്ഷൻ. അതിൽ പേര് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, ഇവിടെ വേണം താഴെ ഞാൻ കാണിച്ചുതരാം. ഒരു പ്രോസ്പെക്ട് എന്ന് ഞാൻ പറഞ്ഞ ഒരു റെയിൽവേ മെട്രോ ഉണ്ട്, അവിടെ വരാം. അവിടുന്ന് 90s അങ്ങനെ അത് ബസ് ഉണ്ട്. 1/2 മണിക്കൂർ കൂടുമ്പോഴാണ് ആ ബസ്സുള്ളത്. അത് നേരെ എയർപോർട്ടിലേക്ക് എത്തുന്ന പറഞ്ഞാൽ 2 മിനിറ്റ് നടക്കാനുണ്ടാവുള്ളൂ. ബസ് വരുന്ന എയർപോർട്ടാണ്, എയർപോർട്ടിലേക്ക്. പിന്നെ ആ നേരെ കാണുന്ന സാധനമാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പം അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അതായത് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. വെറും 46 റൂബിൾസോ അങ്ങനെ എന്താ വരുന്നുള്ളൂ, വളരെ ചെറിയ പൈസ. നമുക്ക് ഞാൻ നിൽക്കുന്ന കസാൻ സിറ്റിയിൽ കസാൻ ഒരു സ്റ്റേഷൻ ഉണ്ട്, അതവിടെ കാണിച്ചു തരാം. ആ സ്റ്റേഷനിന് ഡെയിലി 6-7 ട്രെയിൻസേ ഉള്ളൂ. അത് നമുക്ക് ഗൂഗിളിൽ അതിന്റെ ഒരു വെബ്സൈറ്റിൽ നോക്കി കാണുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം റിസ്ക് എടുക്കരുത്. ലാസ്റ്റ് മൊമെന്റിലേക്ക് ഒന്ന് നേരത്തെ അന്വേഷിക്കും. എനിക്ക് അവിടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫ്ലൈറ്റ് 12 മണി അടുപ്പിച്ചാണ്. ആ ട്രെയിൻ ഉള്ളത് ഒരു 10 മണിക്ക് അടുപ്പിച്ചാണ്. പിന്നെ റിസ്ക് എടുക്കണ്ട, വെറുതെ ട്രെയിനിങ് മിസ്സാവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും കയ്യിൽ റൂബിൾസ് ബാക്കിയുണ്ടായിരുന്നു, ഒരു 1000 അടുത്ത് റൂബിൾസ് ഉണ്ട്. അപ്പം ടാക്സിക്ക് 1/2 മണിക്കൂറിന് 800-820 അപ്പോൾ വന്നത്. അപ്പൊ ഞാൻ വിഷ ഓക്കെ എന്നാൽ പിന്നെ ടാക്സിക്ക് ഞാൻ അങ്ങോട്ട് പോരാന്ന് വിചാരിച്ച് വന്നതാണ്. സോ എനിക്കതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. സോ എല്ലാ എയർപോർട്ടിൽ നിന്ന് ഒരുവിധം എല്ലാ സിറ്റിയിലേക്കും ഡയറക്റ്റ് കണക്ഷൻസ് ഉണ്ട്. അതാണ് കുറച്ച് റിസ്ക് ഉള്ളത്. പക്ഷെ പുൽക്കോവ ആയിക്കോട്ടെ, മോസ്കോയിൽ ഇറങ്ങിക്കോ, ഇറങ്ങിയാലും നിങ്ങൾക്ക് ബസ്സും കാര്യങ്ങളും ഉണ്ടോ. ഒരുപാട് പേടിച്ചു തുടങ്ങിയ ഒരു യാത്രയായിരുന്നു. കാരണം യുദ്ധവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഞാൻ. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു റഷ്യയിലേക്ക് വന്നത്. ചെറിയ ടെക്നിക്കലി ഉണ്ടായ ചില യൂറോപ്യൻ ഉപരോധങ്ങൾ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ടെങ്കിലും വളരെ മനോഹരമായ ഒരു 8 ദിവസങ്ങളായിരുന്നു. എന്നെ പ്രതീക്ഷിച്ചതിലും കൂടുതലും അമ്പരപ്പിച്ച കാര്യങ്ങളായിരുന്നു. മോസ്കോവും സെന്റ് പീറ്റേഴ്സ്ബർഗും റുമാൻസ്കും കസാനും ഒക്കെ കറങ്ങി 8 ദിവസം കറങ്ങി. ലാസ്റ്റ് ഞാനത് അപ്പോൾ കസാൻ എയർപോർട്ട് പോയി നേരെ തിരിച്ച് തന്നെ ഷാർജയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഏകദേശം വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 5000 ദിർഹംസിൻ്റെ അടുത്തായിരുന്നു. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഞാനവിടെ കാണിച്ചു തരാം. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.